ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ മന്ത്രിസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ അവരെ യോഗ്യതയും ക്വാളിറ്റിയും അവരുടെ പ്രവർത്തന പരിചയമല്ല നോക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാതെ അതിൽ ആ മതത്തിനകത്തും ജാതി തിരിച്ച് വർഗം തിരിച്ചിട്ടാണ് ഇവരിപ്പം എന്താ പറയുന്നത് മന്ത്രിസ്ഥാനത്തേക്കൊക്കെ ആളെ നിയമിക്കുന്നത്. ഈ നാടിനകത്തുള്ള ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞോ, ഏതെങ്കിലും അണികൾ പറഞ്ഞോ ഈ ജാതി അടിസ്ഥാനത്തിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം ഉണ്ടാക്കണം? യോഗ്യതയുള്ള അർഹതയുള്ള നാടിനെ മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള ഏത് വിഭാഗത്തിൽ നിന്നാവട്ടെ നിങ്ങൾ അവിടെ ആക്കണോ? അല്ലേ? അങ്ങനെയാ ചെയ്യണ്ട. അല്ലാതെ ഇപ്പോ ഹിന്ദു എനിക്കറിയില്ല, ഞാനൊന്നും ഈ പ്രായം വരെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇങ്ങോട്ട് ഇതിനകത്ത് ജാതിയും മതമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അതുവരെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇതിനകത്ത് എത്ര ജാതിയുണ്ടെന്നോ എത്ര കുലങ്ങളുണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്താണ് സത്യം ചെയ്തിട്ട് ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല. നമ്മളത് കാരണം നമ്മൾ മനുഷ്യനെ മനസ്സിലായി കണ്ട് സൗഹാർദ്ദത്തിൽ വളർന്നു വന്ന ചുറ്റുപാടാണല്ലോ ആ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടായത്. അപ്പൊ ഇപ്പം മന്ത്രിസഭയ്ക്ക് നായർക്കിത്ര, നമ്പൂരിക്കിത്ര, ഈഴവർക്കിത്ര, ക്രിസ്ത്യാനിക്കിത്ര, മുസ്ലിങ്ങൾക്കിത്ര. ആരാടോ നിങ്ങളോട് ഇത് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് ഇത്ര വേണം, ക്രിസ്ത്യാനിക്ക് ഇത്ര വേണം, അല്ലെങ്കിൽ ഈഴവനിക്ക് ഇത്ര വേണം? ചില മതത്തിന്റെ തലപ്പത്ത് കയറി ഇത് മതം വിറ്റ് ജീവിക്കുന്ന മതയോളികൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജാതിയോളികൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ താഴെ തട്ടിൽ നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ അങ്ങനത്തെ ഒരു ചിന്തയില്ല പാവപ്പെട്ടവന്റെ മനസ്സിനകത്ത്. നമ്മളൊക്കെ മനുഷ്യന്മാരാ, മനുഷ്യനെ മനസ്സിലായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ചില നേതാക്കന്മാർ അധികാരം കസാലിട്ട് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളും ചില സമയം മതവും ജാതിയും ഒക്കെ പറയാറുണ്ട്. അത് താഴെത്തട്ടിലേക്ക് അടിച്ചേൽപ്പിക്കണ്ട. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഒരു മന്ത്രിസ്ഥാനത്തേക്ക് തീരുമാനിക്കുമ്പോൾ ഒന്നിക്കലൊരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മുൻ പരിചയം വേണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡിലെ മെമ്പറായിട്ടോ ഉള്ള പരിചയം വേണം. ഇതൊന്നും ഇല്ലാത്ത ഇപ്പം മത്സരിപ്പിക്കാൻ സീറ്റ് കൊടുത്തു. യാദർശികമായിട്ട് ഈ ഒഴുകി പിണറായി വിജയനോടുള്ള വിദ്വേഷവും ഭരണവിരുദ്ധ തരംഗവും കൊണ്ട് വിജയിച്ച് കയറി വന്നു. സത്യമായിട്ട് അവർ കഴിച്ചു. ഇന്ന് നോക്കൂ മന്ത്രി പട്ടികയിൽ ഇതെന്താ പിള്ളേർ കളിയാ? എനിക്ക് മനസ്സിലായി, അതിന്റെ ലോജിക്ക് എന്താന്ന് മനസ്സിലായി. പിള്ളേർ കളിയാ ഇത്? ഒരു സ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കപ്പാസിറ്റി വേണ്ടേ? ഇതിനകത്ത് മന്ത്രി അല്ലെ 10-15 വർഷം MLA ആയ നല്ല കഴിവുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്തില്ലേ? നിങ്ങളെന്താ അവരെ മാറ്റി നിർത്തിച്ച് എന്നിട്ട് പറയാ ഇവർ ഉളുപ്പില്ലാതെ ഛർദ്ദിക്ക വൃത്തിയോട്ടവന്മാർ. അത് ഈഴവൻ കൂടുതലുണ്ടല്ലോ, ഇവിടെ നായർ ഇത്ര ഉണ്ടല്ലോ, ഇവിടെ നമ്പൂരി ഇത്ര ഉണ്ടല്ലോ. നിങ്ങളോട് ആരോടോ ഇത് പറയും? അതെ, കഴിവുള്ളവരെ ആക്കടോ, കഴിവുള്ളവരെ ആക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇനി വെള്ളാപ്പള്ളിയും അങ്ങനെ പറയുമ്പോ അവരെ വിമർശിക്കാനാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായ? നിങ്ങളാ മേലെ തട്ടുന്നത് ആദ്യം ജാതിയും മതവും വർഗവും പറഞ്ഞ് ഈ കുഞ്ഞു മനസ്സിനകത്ത് പോലും ഇഞ്ചക്ഷൻ കയറ്റി വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയും പ്രായമായി, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ നമുക്കറിയത്തില്ല, മനസ്സിലായ? പിന്നെ മുസ്ലിമിന് കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിമിന്റെ പ്രാതിനിധ്യമായിട്ടുള്ള സ്ഥിതിക്ക് തീരുമാനിച്ചു. നിങ്ങളോട് ആരോടോ മുസ്ലിംസിന്റെ അട്ടിപ്പേരേറ്റെടുക്കാൻ പറയുന്നത്? ആരാ നിങ്ങളുടെ മുസ്ലിംസിന് ഇങ്ങനെ മന്ത്രി കൊടുക്കണം പറഞ്ഞിട്ടുണ്ടോ? കഴിവുള്ളവരാരായാലും പവർഫുള്ളുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ഇച്ഛാശക്തിയോടെ നടപ്പാക്കാൻ കഴിവുള്ള അവരെ കൊണ്ടുപോവാൻ നിങ്ങൾ അങ്ങനെയാക്ക്. അല്ലാതെ നിങ്ങൾ ഈ ജാതിയും കുലവും മതവും തികഞ്ഞെടുത്തിട്ട് നിങ്ങളെ അധികാരം തലക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി അതുണ്ടാക്കണ്ട. മനുഷ്യനെ മനുഷ്യനായി കാണാദ്യം. ചോരയെല്ലാം ഒന്നാ. ഈ ജാതിയും കുലവും വർഗങ്ങളും ഉണ്ടാക്കിയ മനുഷ്യന്മാരുണ്ടാക്കിയതാ, മനസ്സിലാ? സംഘപരിവാറിന്റെ അതേ നയം ഇങ്ങോട്ട് സ്വീകരിക്കല്ല. സംഘപരിവാർ ഉത്തരേന്ത്യയിൽ അതല്ലേ സ്വീകരിക്കുന്നു, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, VT ബൽറാം ഇല്ലേ? 10-15 വർഷം നല്ല എഡ്യൂക്കേറ്റഡ് അല്ലേ? എന്തേ അവരെ ആക്കാണ്ട് ഇന്നലകളിൽ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ പോലും ആവാത്ത ആളെ പിടിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് എന്തിനാ? ഇതാ പാർട്ടിയോടുള്ള കൂറ്. നിങ്ങളെ മാധ്യമത്തിന്റെ മുമ്പിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ പാർട്ടിയോട് അടങ്ങാത്ത കൂറാണ്, പാർട്ടിയാണ് എന്റെ എല്ലാം, ഞാൻ ചത്തു കഴിഞ്ഞാൽ മൂവർണ്ണ പതാക എന്റെ നെഞ്ചത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. കണ്ടില്ലേ? നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് ഇപ്പൊ ഇന്ന് എടുത്തു വെച്ച പണി എന്നാ പണി? ഞാൻ അവരെ കുറച്ച് കാണില്ല, പക്ഷേ ഒരു സ്റ്റേറ്റിന്റെ മന്ത്രിയാകുമ്പോ അറ്റ്ലീസ്റ്റ് മുൻ പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ട് പരിചയം വേണ്ടേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അലോസരമായിട്ട് നിങ്ങൾ കമന്റ് ഇട് വേണ്ടേ?
അതുണ്ടോ? ഇപ്പൊ ആ ലിസ്റ്റ് കൊടുത്ത പട്ടികയിൽ 2 ആള് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിങ്ങൾ ഒരു ഗവൺമെന്റ് ഫോം ചെയ്ത് പോകുന്നത് എങ്ങനെയോ ഒരു പാർട്ടി ഒരു പ്രസ്ഥാനത്തിന് നേട്ടം അവരെങ്ങനെ വിലയിരുത്തുക? ഭരണം മുന്നോട്ട് പോകുമ്പോ അത് കരുത്ത് വേണം അല്ലേ? ഒരു സർക്കാരിനെ വിലയിരുത്തൽ ഒരു എന്താ പറയണ്ട, അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട. ഇതിപ്പോ ഇവർക്ക് എത്ര ഉദ്യോഗസ്ഥന്മാർ ഇപ്പം ചെലവ് ചുരുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഇവരെയൊക്കെ പിടിച്ചവടി ആക്കിയാൽ ആരാ ഭരിക്കുക? ഉദ്യോഗസ്ഥന്മാർ. ചില സമയം കോൺഗ്രസിനോട് വിദ്വേഷവും വൈരാഗ്യമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെങ്കിൽ ഉള്ളിലേക്കൂടി പണി തരുമ്പോ ഞങ്ങളെ പാർട്ടിയെ എന്താ പറയണ്ടേ ഇകഴ്ത്താനും പാർട്ടി ഇല്ലാതാക്കാനും വേണ്ടി എന്തെങ്കിലും നമുക്ക് പറയാം, നമുക്ക് മനസ്സിലാവുമോ? അത് കുറച്ച് വിവരവും നിയമസഭക്കകത്ത് പ്രവർത്തിച്ച പരിചയമുള്ള ഒരാളൊക്കെ അവിടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ എന്ത് വരും അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ഇത് ഗ്രൂപ്പ് വളർത്താൻ വേണ്ടി. അതാ VD സതീശനെ ജനങ്ങൾ ദോഷത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയാക്കിയല്ലോ. അപ്പൊ അന്ന് ഞാൻ മിനിയാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, 6 മന്ത്രിമാരും പ്രധാനപ്പെട്ട ഇന്ത്യക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എടുത്ത് പരിശോധിക്ക്, പേര് നോക്ക്. നിങ്ങൾ ഇന്നിപ്പോ പട്ടികയിൽ ഉണ്ടാക്കിയ പേര് നോക്കുക. എന്നിട്ട് ഈ കഴിഞ്ഞ 14 ദിവസം ഈ ദേശീയ വലിയ പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിലിട്ട് ചവിട്ടി മെതിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവന്റെ അവർക്ക് പിന്തുണച്ച ആളാണോ അല്ലേ നിങ്ങൾ നോക്കുന്നു. എടുത്തിട്ട് നോക്ക്, നിങ്ങൾ നോക്ക്. എന്നിട്ട് അവനിക്ക് പറ്റി കുറെ സഹതാപതരംഗ യൂട്യൂബോളികൾ ഇന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനൊക്കെ എണ്ണിയ മറുപടി നാടകം മുതല് പരമ്പരയായിട്ട് തുടങ്ങും. ഞാനിവിടെ തന്നെ കാണും. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ അവസാന ശ്വാസം വരെ കോൺഗ്രസിന് വേണ്ടി പോരാ, കോൺഗ്രസിന്റെ ആശയത്തിന് വേണ്ടി. ഈ പറയാം, ഒരു നേതാവിന് വേണ്ടിയില്ല, കോൺഗ്രസിന്റെ ആശയത്തിന് വേണ്ടി എന്നാൽ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് എന്റെ ശബ്ദം കേൾക്കാൻ അവസാനത്തെ ഒരാള് ഇതിനകത്തുണ്ടെങ്കിൽ, ഈ ഫേസ്ബുക്ക് എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് ആയിരിക്കും വേണ്ട.